അപ്പൊ താത്ത പറയുന്നത് മഫ്ത് ഇട്ടുകൊണ്ട് ഡാൻസ് കളിക്കാൻ പാടില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ താത്ത, നമ്മുടെ ഇസ്ലാമിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, ഇസ്ലാമില് അന്യപുരുഷൻ ഒരു സ്ത്രീയുടെ ശബ്ദം കേൾക്കാൻ പാടില്ല, അതുകൊണ്ടാണ് ബാങ്ക് പോലും കൊടുക്കരുതെന്ന് പറയുന്നത്. താത്ത ഇസ്ലാമിനെ കുറിച്ച് പറയുന്നുണ്ടാണ് ഞാൻ ആ പോയിന്റ് എടുത്ത് പറയുന്നത്. അപ്പൊ താത്താന്റെ ശബ്ദം ഇപ്പൊ എത്ര പേര്, മില്യൺ കണക്കിന് ആൾക്കാർ കേട്ടു, അത് ഹറാമല്ലേ? ഇനി അന്യപുരുഷൻ ഒരു സ്ത്രീയുടെ ഫേസ് കാണാൻ പാടില്ല, താത്താന്റെ ഫേസ് ഇപ്പൊ എത്ര പേര് കണ്ട്, മില്യൺ കണക്കിന് ആൾക്കാർ കണ്ടു, അതും ശരിയല്ലേ? ഇനി ആ പെണ്ണ് ഡാൻസ് കളിക്കുന്നതിനെ കുറിച്ച് പറയാം. അതിലെന്താണ് ഒരു കുഴപ്പം? എനിക്ക് ഒരു കുഴപ്പം തോന്നിയില്ല. താത്ത പർദ്ദ മാത്രം ഇട്ടാലേ ഇസ്ലാമികത്തായിട്ടുള്ള ഡ്രസ്സ് ആവുള്ളൂ എന്നാരാണ് പറഞ്ഞത്? ആ പെണ്ണിട്ടിരിക്കുന്ന ഡ്രസ്സ് ഒന്ന് നോക്ക്, അതിനെന്താണ് ഒരു കുഴപ്പം? ആ ഡ്രസ്സ് ഇട്ടിട്ട് ഡാൻസ് കളിച്ചാൽ എന്താണ് കുഴപ്പം? ആ പെണ്ണിന് ഡാൻസ് കളിക്കാനുള്ള കഴിവുണ്ട്, നല്ല രീതിയിൽ ഡാൻസ് കളിക്കുന്നുണ്ട്, ഒരു കുറ്റവും പറയാൻ പറ്റില്ല. പിന്നെ ഇസ്ലാമിന്റെ പേരും എടുത്തിട്ട് വരുന്നതിന്റെ ആവശ്യം എന്താണ്? റീച്ച്, വ്യൂ, അത് മാത്രം. ഇന്ന് താത്ത ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിൽ താത്തന്റെ സന്തോഷം കാണണം, ഇത്ര വ്യൂ എനിക്ക് കിട്ടി, എന്നെ ഇത്ര റീച്ച് ആക്കി തന്നെയാണ് താങ്ക്സ് എന്ന് ഓപ്പൺ ആയി അല്ലാതെ തന്നെ താത്ത പറഞ്ഞു കഴിഞ്ഞു. എന്റെ ആവശ്യം റീച്ച് ആവുക എന്നുള്ളതാണെന്ന് ഓപ്പൺ ആയി തന്നെ പറഞ്ഞു കഴിഞ്ഞു. പുതിയതായിട്ട വീഡിയോയിൽ താത്ത പറയുന്നുണ്ട്, ഞാൻ പണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു, ഞാൻ ഇപ്പൊ നന്നായി. ആയിക്കോട്ടെ, അതേപോലെ ആ കൊച്ചു നന്നായിക്കോളും. ആ കൊച്ചു നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്, ആ കൊച്ചു നല്ല രീതിയിലാണ് റീൽ ഇടുന്നത്. ഒരു മെനകെട്ട രീതിയിലും റീൽ ഇടുന്നില്ല. കുറെ പേര് മെനകെട്ട രീതിയിൽ ഇടുന്നുണ്ട്, എന്തുകൊണ്ട് പറയുന്നില്ല? ഹിജാബിന്റെ പേരെടുത്തിടുന്നെന്തിന്? റീച്ച്, അത് മാത്രം. അതുകൊണ്ട് തന്നെ താത്ത ഇത്രക്ക് ഇസ്ലാമിത്ത് പറയുന്നുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കാം, ഞങ്ങൾ സമ്മതിക്കാം. താത്താന്റെ അക്കൗണ്ടിലെ വീഡിയോസ് എല്ലാം കളയണം, പറ്റോ? എന്നിട്ട് ഈ കണ്ണ് മാത്രം കാണിച്ചിട്ട് വീഡിയോ ഇടണം, പറ്റോ? പറ്റുമെങ്കിൽ ചെയ്താൽ കാണിക്കും.